ഭൂമി ഹാബിറ്റബിൾ സോണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലേ? ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ദ്രാവക രൂപത്തിലുള്ള ജലം ഉപരിതലത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്ന കൃത്യമായ അകലത്തിലാണെങ്കിൽ അത് ഹാബിറ്റബിൾ സോണിലാണെന്ന് പറയാം. നമ്മുടെ സൗരയൂഥത്തിൽ ഭൂമി മാത്രമല്ല, ചൊവ്വയും ഹാബിറ്റബിൾ സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും ചൊവ്വ വാസയോഗ്യമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ചൊവ്വ എപ്പോഴും ഇന്നു കാണുന്നത് പോലെ വരണ്ടതും ജീവനില്ലാത്തതുമായ ഒരു ഗ്രഹമായിരുന്നില്ല. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നദികളും തടാകങ്ങളും സമുദ്രങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഏതൊരു ഗ്രഹത്തിനും അന്തരീക്ഷത്തെ പിടിച്ചു നിർത്താൻ ഒരു കാന്തിക മണ്ഡലം ആവശ്യമാണ്. ഭൂമിയുടെ ഉള്ളിലെ ഉരുകിയ ലോഹങ്ങളുടെ ചലനം മൂലം ഭൂമിക്ക് ചുറ്റും ശക്തമായ ഒരു കാന്തിക മണ്ഡലമുണ്ട്. ചൊവ്വയ്ക്കും പണ്ട് ഇതുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 4.2 ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ ഉൾഭാഗം തണുത്തുറയുകയും കാന്തിക മണ്ഡലം ഇല്ലാതാവുകയും ചെയ്തു. കാന്തിക മണ്ഡലം നഷ്ടമായതോടെ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്താൻ ചൊവ്വയ്ക്ക് സാധിക്കാതെ വന്നു. കഠിനമായ സൗരക്കാറ്റും അൾട്രാവയലറ്റ് രശ്മികളും കാരണം അവിടുത്തെ ജലാംശം പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ശാസ്ത്രീയമായി പറഞ്ഞാൽ ജലം ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കാൻ നിശ്ചിത താപനിലയും മർദ്ദവും ആവശ്യമാണ്. മർദ്ദം കുറഞ്ഞതോടെ ഉപരിതലത്തിലെ ഭൂരിഭാഗം വെള്ളവും ബഹിരാകാശത്തേക്ക് സൗരക്കാറ്റിൽ നഷ്ടപ്പെട്ടു. ബാക്കി വന്നത് മണ്ണിനടിയിലെ ധാതുക്കളിൽ ഐസായി ഉറഞ്ഞുകിടക്കുന്നു. ഒരു ഗ്രഹം ഹാബിറ്റബിൾ സോണിലായതുകൊണ്ട് മാത്രം അവിടെ ജീവൻ നിലനിൽക്കണമെന്നില്ല. ചൊവ്വയുടെ കാര്യത്തിൽ സംഭവിച്ചത് അത് ജീവവാസയോഗ്യ മേഖലയിലായിരുന്നിട്ടും അന്തരീക്ഷമില്ലാത്തതിനാൽ ജലവും ജീവനെ നിലനിർത്താനുള്ള കഴിവും നഷ്ടപ്പെട്ടു എന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.